ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോണ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയില്ലേ കീറ്റോൺ സി ഡബിൾ ബോണ്ട് ഒ, ഇങ്ങനെ എഴുതിയില്ലേ? ഇതിനകത്ത് ഈ സി അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് കീറ്റോൺ ആയി കേട്ടോ. സി അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് കീറ്റോൺ ആയി കേട്ടോ. ആൽക്കോക്സി ആയി. ആൽക്കോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മാത്രം, അപ്പുറം ഇപ്പുറം രണ്ട് ബോണ്ട്, ഇതിനകത്ത് കാർബൺ ഇല്ല, ഓ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓയും അപ്പുറം ഇപ്പുറം രണ്ട് ബോണ്ട് ഉള്ള കോമ്പൗണ്ടാണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹൈഡ്രോക്സി ഉണ്ട്, ആൽക്കോക്സി ഉണ്ട്. തിരിഞ്ഞു നോക്കുക, ഹൈഡ്രോക്സി ഹൈഡ്രജനും ഓക്സിജനും ഓ എച്ച് ആണത്. ആൽക്കോക്സി എന്ന് പറയുമ്പോൾ ഓക്സിജൻ മാത്രം. ഓക്കെ, സോ ഇത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. ഇതിനെ നമ്മൾ മറ്റൊരു പേരോടെ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന പേരാണ് ഈതർ. ഇത് വിളിക്കും ഈതർ എന്ന് വിളിക്കും. ഈ ആൽക്കോക്സി ഗ്രൂപ്പിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈതർ. ഓക്കെ, ആൽക്കോക്സി ഗ്രൂപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈതർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഈ ഈതർ അഥവാ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ IUPAC നെയിമിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വളരെ ശ്രദ്ധിച്ചേക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IUPAC നെയിമിങ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആൽക്കോക്സി ആൽക്കൈൻ, ആൽക്കോക്സി ആൽക്കൈൻ. ഈ ആൽക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് റൂട്ടുകളാണ് കേട്ടോ. ഈ ആൽക്ക എന്ന് പറഞ്ഞാൽ വേർഡ് റൂട്ട്, മെത്ത് എത്ത് പ്രൊപ്പ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പേരിടുമ്പോൾ മനസ്സിലാവും. അതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ആൽക്ക എന്ന് പറഞ്ഞാൽ വേർഡ് റൂട്ടുകളാണ്. ഓക്കെ, അതായത് ഇതൊരു ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? എന്താണ് ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? രണ്ട് സൈഡിലും എന്തുണ്ട്? ബോണ്ട് ഉണ്ട്, രണ്ട് വാലൻസി ഉണ്ട്. അതാണ് ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പേര് കൊടുക്കുമ്പോൾ ഇവിടെ രണ്ട് ചെയിൻ ഉണ്ട്. ഈ ഓക്സിജന്റെ ഇപ്പുറം ഒരു ചെയിൻ ഉണ്ട്, ഇവിടെ ഒരു ചെയിൻ ഉണ്ട് അല്ലേ? CH3 CH2 വരുന്നതാണ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇവിടെയും ചെയിൻ ഉണ്ട്. അപ്പൊ ആ രണ്ട് ചെയിനുകളെ വെച്ചിട്ടാണ് ഇതിന്റെ പേരിടുക. അതാണ് ഇവിടെ ആൽക്കോക്സി ആൽക്കൈൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ ആൽക്ക എന്ന് കൊടുത്തിരിക്കുന്ന വേർഡ് റൂട്ടുകളാണ്. ഓക്കെ, ഇനി എന്താണ് ഈ വേർഡ് റൂട്ടിന്റെ പ്രത്യേകത? ഈ ആൽക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെയിൻ ഉണ്ടല്ലോ, സ്മോൾ ചെയിനിന്റെ പേരാണ്. രണ്ട് സൈഡിൽ ചെയിൻ ഉണ്ടാവും, ആ രണ്ട് സൈഡിൽ ഏതാണോ ചെറിയ ചെയിൻ അതിന്റെ പേരാണ് ഇവിടെ ആൽക്കിൽ കൊടുത്തേക്കുക. ഇവിടുത്തെ ആൽക്കിൽ എന്താ കൊടുക്കുക? രണ്ട് സൈഡിൽ വലിയ ചെയിൻ, ബിഗ് ചെയിൻ ഏതാണോ അതാണ് രണ്ടാമത്തെ ആൽക്കിൽ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിത് പറഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ പാതിക്ക് വെച്ചിട്ട് പോരുത്. ആൽക്കോക്സി ആൽക്കൈൻ എന്ന് പറയുന്നത് രണ്ട് ആൽക്കുണ്ട്, ആൽക്ക്. ആൽക്കോക്സിയിൽ ഒരു ആൽക്കുണ്ട്, ആൽക്കെയിനിൽ ഒരു ആൽക്കുണ്ട്. ഈ ആൽക്കോക്സിക്കകത്തുള്ള ആൽക്ക് ചെറിയ ചെയിനെ സൂചിപ്പിക്കുന്നു, ആൽക്കെയിനകത്തുള്ള ആൽക്ക് വലിയ ചെയിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിന്റെ പേര് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, സപ്പോസ് നമ്മുടെ കോമ്പൗണ്ട് ഇതാണെന്ന് വിചാരിക്കാം. CH3 CH2 O CH3 ഇതാണ്ട് വന്നു, നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പ് ഇതാണ്ട് വന്നു. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൽക്കോക്സി ഗ്രൂപ്പിന്റെ ഇപ്പുറ സൈഡിൽ ഒരു ചെയിൻ ഉണ്ട്, ഇപ്പുറ സൈഡിൽ ഒരു ചെയിൻ ഉണ്ട്. ഈ രണ്ട് ചെയിനും രണ്ടായിട്ട് കൂട്ടാം, കാരണം ഇവിടെ വെച്ച് O വെച്ച് ബ്രേക്ക് ആയിക്കൂലേ. നേരത്തെ കേസിൽ അവിടെ C ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതും ഒറ്റ ചെയിനായിട്ട്, കാർബൺ ചെയിനായിട്ട് നമ്മൾ കൂട്ടി. ഇവിടെ C ഇല്ലാത്തതിനെ കൊണ്ട് ഇവിടെ വെച്ച് ചെയിൻ ബ്രേക്ക് ആയി. ഇത് വേറെ ചെയിൻ, ഇത് വേറെ ചെയിൻ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ഈ ഓക്സിജന്റെ അപ്പുറം ഒരു ചെയിൻ ഉണ്ട്, ഇപ്പുറം ഒരു ചെയിൻ ഉണ്ട്. ഈ ചെയിൻ ഏതാണ്? ഈ ചെയിൻ ഏതാണ്? മെത്ത് എത്ത്. ഈ ചെയിൻ എത്താണ്. ഈ ചെയിൻ ഏതാണ്? ഇത് മെത്താണ്. ഇത് മെത്താണ്. ഇത് ഓക്കെ ആണോ? ഓക്സിജന്റെ ഇപ്പുറവും ഇപ്പുറവും ഓരോ ചെയിൻ ഉണ്ട്. ഈ ചെയിൻ എത്താണ്, മെത്ത് എത്ത്, രണ്ട് കാർബണുള്ള ചെയിൻ എത്താണ്. ഈ ചെയിൻ മെത്താണ്. ഇതിൽ ഏതാണ് ചെറിയ ചെയിൻ? അഫ്കോഴ്സ് മെത്താണ് ചെറിയ ചെയിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൽക്കോക്സി, ഇവിടെ ആൽക്കിന് ഒരു മെത്ത് ഏതാണ് നോക്ക്, മെത്ത്, ബാക്കി എന്താ? ഓക്സി, മെത്ത് ഓക്സി. ഇനി വലിയ ചെയിൻ ഏതാ? വലിയ ചെയിൻ എത്താണ്. അപ്പൊ എന്ത് ചെയ്യാം? എത്ത് എയിൻ, മെത്തോക്സി ഈതെയിൻ. ഇതാണ് ഇതിന്റെ പേര്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ ചെയിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഓടെ അപ്പുറവും ഇപ്പുറവും. ഇതിൽ ഏതാ ചെറിയ ചെയിൻ? ചെറിയ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? ചെറിയ ചെയിൻ്റെ പേരെന്താ? മെത്തെന്നാണ് പറയാം. അപ്പൊ മെത്തിന്റെ കൂടെ ഓക്സി ചേർക്കുക, മെത്തിന്റെ കൂടെ ഓക്സി ചേർക്കുക. ഇവിടെ വലിയ ചെയിൻ ഏതാ? മെത്ത് എത്ത്. എത്തിന്റെ കൂടെ എയിൻ ചേർക്കുക, മെത്തോക്സി ഈതെയിൻ, മെത്തോക്സി ഈതെയിൻ. ഇത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളത് എങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ചെറുതോക്സി വലുതെയിൻ, ചെറുതോക്സി വലുതെയിൻ, ചെറുതോക്സി വലുതെയിൻ. ചെറുതിന്റെ കൂടെ ഓക്സി ചേർക്കുക, വലുതിന്റെ കൂടെ എയിൻ ചേർക്കുക. ചെറുതിന്റെ കൂടെ ഓക്സി ചേർക്കുക, വലുതിന്റെ കൂടെ എയിൻ ചേർക്കുക. ചെറുതിന്റെ കൂടെ ഓക്സി ചേർക്കുക, വലുതിന്റെ കൂടെ എയിൻ ചേർക്കുക. ചെറുതോക്സി വലുതെയിൻ, ചെറുതോക്സി വലുതെയിൻ. ഞാൻ പെട്ടെന്ന് നമുക്ക് രണ്ടു കോമ്പൗണ്ടിലെ പേര് എഴുതാം. CH3 CH2 CH3 O CH2 CH3. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചെയിൻ കാണാൻ പറ്റും, ഡാണ്ടൊരു ചെയിൻ, ഡാണ്ടൊരു ചെയിൻ. ഈ ചെയിൻ്റെ പേരെന്താ? രണ്ട് കാർബണുള്ള ചെയിൻ്റെ പേര് എത്തെന്നാണ്. ഈ ചെയിൻ്റെ പേരെന്താ? 1 2 3 കാർബണുള്ള ചെയിൻ്റെ പേര് പ്രൊപ്പെന്നാണ്. ഇതിന്റെ പേര് എന്ത് വരും? ചെറുതിന്റെ കൂടെ ഓക്സി ചേർക്കുക, ചെറുത് ഏതാ? എത്തോക്സി. വലുതിന്റെ കൂടെ എയിൻ ചേർക്കുക, പ്രൊപ്പെയിൻ. സിമ്പിൾ. ഇനി രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാലോ? CH3 CH2 O CH2 CH3.
രണ്ട് സൈഡും എന്താണ് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എവിടെ ആണെങ്കിൽ ഏത് വേണമെങ്കിലും ചേർക്കുക. ഇതും എത്താണ് ഇതും എത്താണ്. അപ്പൊ പിന്നെ പ്രശ്നം വല്ലതും ഉണ്ടോ? എത്തോക്സി ഈതെയ്ൻ. സിമ്പിൾ. മെത്തോക്സി മീതെയ്ൻ, എത്തോക്സി ഈതെയ്ൻ. സോ ഇതിന്റെ പേരെന്താ? CH3O CH3. ഇതിന്റെ പേരെന്താ? ഇത് മെത്ത് ഇതും മെത്ത്. അപ്പൊ ചെറുതിന്റെ കൂടെ ഓക്സി ചേർക്കാം, മെത്തോക്സി. വലുതിന്റെ കൂടെ ഏൻ ചേർക്കാം, മീതെയ്ൻ. സിമ്പിൾ. ഇതാണ് ആൽക്കോക്സി ആൽക്കീൻ അഥവാ ഈത്തർ. ഈത്തർ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പേരിട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പേര് തരാം. ആദ്യം നിങ്ങൾ കോമൺ എഴുതാൻ നോക്കേ. മെത്തോക്സി ബ്യൂട്ടൈൻ, മെത്തോക്സി ബ്യൂട്ടൈൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, മെത്ത് ഓക്സി, ചെറുതിന്റെ കൂടെ ഓക്സി ചേർക്കുക, വലുതിന്റെ കൂടെ എയിൻ ചേർക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം മെത്ത് എഴുതുക. മെത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ, അതിന്റെ കൂടെ എന്ത് ചേർക്കുക? ഓക്സി ചേർക്കുക, ഓ ഇടുക. എന്നിട്ട് ബ്യൂട്ടൈൻ, ബ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ, 1 2 3 4. എന്നിട്ട് ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക, CH3 CH2 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 CH3. സിമ്പിൾ. എത്തോക്സി പ്രൊപ്പൈൻ എങ്ങനെ എഴുതും? ആദ്യം എത്തെന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? 2 കാർബൺ, 1 2. പ്രൊപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഓക്സി, പ്രൊപ്പെന്ന് പറഞ്ഞാൽ 3 കാർബൺ. സിമ്പിൾ. അടുത്തിട്ട് കൊടുക്കുക, കഴിഞ്ഞു.